ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലി സ്റ്റാൻഡേർഡ് 7 നാലാമത്തെ യൂണിറ്റാണ് അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ. ഈ യൂണിറ്റിലെ ആദ്യ പാഠമാണ് കാൽ വിരലിൽ വിരിയും കവിത എന്നത്. ഐറിഷ് സാഹിത്യകാരനും ചിത്രകാരനുമായ ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണ് മൈ ലെഫ്റ്റ് ഫുട്ട് എന്നത്. ഇതിന് മടവൂർ ശശി നടത്തിയ സ്വതന്ത്ര പരിഭാഷയാണ് പ്രസ്തുത പാഠഭാഗം. പരിമിതികളെ വകവയ്ക്കാതെ തനിക്ക് ലഭിച്ച ജന്മസിദ്ധമായ കഴിവിനെ വളർത്തി മറ്റുള്ളവർക്ക് മാതൃകയായി മാറിയ ക്രിസ്റ്റി ബ്രൗൺ എന്ന ചിത്രകാരൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് പ്രസ്തുത പാഠം. കാൽ വിരലിൽ വിരിയും കവിത. ആശയാവിഷ്കാരത്തിൻ്റെ ഉദാത്ത രൂപമായ കല മനസ്സിനെ പ്രകാശപൂരിതമാക്കുന്നു. അനുഭൂതിയായും സാന്ത്വനമായും വിസ്മയമായും മാറുന്ന അത്ഭുത കാഴ്ചയാണ് ചിത്രകല. കാൽ വിരലിൽ വിരിയും കവിത. അന്നുവരെ ഞാൻ എൻ്റെ ശരീരഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ? ഇല്ല തന്നെ. എൻ്റെ ഇടതുകാലിനെക്കുറിച്ചല്ലാതെ അതിൻ്റെ വിരലിൽ പിടിച്ച ബ്രഷും പെൻസിലുമൊക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ലാതെ. അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം. അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു. കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കുന്നുകൾ, കനത്ത് പടരുന്ന പച്ചപ്പുകൾ, അവയ്ക്കരികിൽ ഒട്ടിച്ചു വെച്ച നീലക്കടൽ, ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആദ്യകാല ചിത്രങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പം അതുവരെ തൻ്റെ ശരീരഭാഗത്തെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നുവോ? ഇല്ല, ഒരിക്കലും തൻ്റെ ഈ പരിമിതിയെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നില്ല എന്നാണ് ക്രിസ്റ്റി പറയുന്നത്. തൻ്റെ ഇടതുകാലിനെക്കുറിച്ചല്ലാതെ അതിൻ്റെ വിരലുകളിൽ പിടിച്ച ബ്രഷും പെൻസിലുമൊക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും തൻ്റെ ശരീരത്തിലുണ്ടായിട്ടുള്ള ആ പരിമിതിയെക്കുറിച്ചൊന്നും അദ്ദേഹം ബോധവാനായിരുന്നില്ല. അത് ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രമായിരുന്നു അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നത്. അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു. ആ ചിത്രങ്ങൾ പലപ്പോഴും താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും വികൃതമാണെന്ന് വെച്ചാൽ ഭംഗിയുള്ളവയായിരുന്നില്ല. കറുത്തുരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാര കുന്നുകൾ പോലെയായിരുന്നു പല ചിത്രങ്ങളും. കനത്ത് പടരുന്ന പച്ചപ്പുകൾ, അവയ്ക്കരികിൽ ഒട്ടിച്ചു വെച്ച നീലക്കടൽ, ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അപ്പം ആദ്യകാലത്ത് അദ്ദേഹം വരച്ചിരുന്ന തൻ്റെ ചിത്രങ്ങൾ ക്രിസ്റ്റിക്ക് തന്നെ ഒട്ടും തൃപ്തി നൽകിയിരുന്ന ഒന്നായിരുന്നില്ല. എന്തൊക്കെയോ വരച്ചു വയ്ക്കുന്നു. അവ പലപ്പോഴും കറുത്തിരുണ്ട് കുന്നുകൾ പോലെ വികൃതങ്ങളായിരുന്നു. പക്ഷേ അവൾ ഡെലാഹൺ തൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ, തൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശങ്ങളെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. അതെന്നും തുടിച്ചിരുന്നു എന്നറിഞ്ഞു. പക്ഷേ അദ്ദേഹം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂട്ടുകാരിയായ ഡെലാഹൺ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറിയപ്പോൾ അവൾ പലപ്പോഴും തൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. അതിൻ്റെ ഓരോ വിശദാംശത്തെയും, അതായത് ചിത്രത്തിൻ്റെ ഓരോ ഗുണത്തെയും ദോഷത്തെയും കുറിച്ചും പറഞ്ഞ് ആ ഗുണങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവ ഓരോന്നും മാസ്റ്റർ പീസുകളായി മാറി. എണ്ണിയപ്പോൾ തൻ്റെ ഹൃദയതാളം ഉയർന്നതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവൾ നൽകുന്ന ഓരോ ചിത്രങ്ങളെക്കുറിച്ചും നൽകുന്ന ആ അവബോധം ക്രിസ്റ്റിയിൽ എന്തുണ്ടാക്കി? തൻ്റെ ഹൃദയതാളം പോലും ഉയരുന്ന തരത്തിൽ സന്തോഷമുണ്ടാക്കി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ആ ഒരു സംഭവമായിരുന്നു. അതായത് ആ കുട്ടി നൽകിയിരുന്ന ആ വിശകലനം പലപ്പോഴും അവനെ തൃപ്തിപ്പെടുത്തി, അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു. എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി ഉള്ളതല്ല.
അത് എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു. എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായത് എപ്പോഴാണ്? തൻ്റെ ചിത്രങ്ങൾ നല്ലതാണെന്നും തൻ്റെ ചിത്രങ്ങൾ തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കണ്ട് അവരുടെ മനസ്സിനെ കുളിർമ ഉണ്ടാക്കുന്നവയാണെന്നും മനസ്സിലാക്കി കൊടുത്തത് തൻ്റെ കൂട്ടുകാരിയായ ഡെലാഹണ്ടാണ്. അപ്പോൾ അവൾ നൽകിയ ആ പ്രചോദനം, അതിൽ നിന്ന് ക്രിസ്റ്റിക്ക് ഒരു ഉയർച്ച, ഒരു വളർച്ച ജീവിതത്തിലുണ്ടായി. എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി, ആഹ്ലാദത്തിന്, അതായത് സന്തോഷത്തിന് വേണ്ടി ഉള്ളതല്ല, എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ്. അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായി. എൻ്റെ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, ഞാൻ നന്നായിട്ടാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു ബോധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് അതിൽ കൂടി കഴിഞ്ഞു. ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളും ഒക്കെ നിലത്ത് ക്രമീകരിച്ചു വെച്ചു. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിലത്തിരുന്നാണ് അദ്ദേഹം പലപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളുമൊക്കെ അദ്ദേഹം നിലത്തിങ്ങനെ ക്രമമായിട്ട് അടുക്കി വെച്ചു. അത് എപ്പോഴാണ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് തനിക്ക് അതിൻ്റേതായ ആ ക്രമത്തിൽ അടുക്കി വെക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം? തൻ്റെ ഇഷ്ടത്തിന് അതെടുത്ത് വരയ്ക്കാം. അതിനുവേണ്ടി ക്രിസ്റ്റി തന്നെയാണ് പലപ്പോഴും ഇതെല്ലാം ക്രമീകരിച്ചു വെച്ചത്. അക്കാര്യത്തിൽ തൻ്റെ കുടുംബത്തിലെ ആരെയും ആശ്രയിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അയ്യോ എനിക്കതിന് കഴിയില്ലല്ലോ. എന്താ അങ്ങനെ പറയാൻ കാരണം? അയ്യോ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറയാൻ കാരണം ക്രിസ്റ്റിക്ക് തന്നെ അറിയാം, ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ആശ്രയം മൂലമാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലേ? ആ ഒരു ബോധം കൊണ്ടാണ് അദ്ദേഹം എന്തു പറയുന്നത്? അയ്യോ എനിക്കതിന് കഴിയില്ലല്ലോ എന്ന് പറയുന്നത്. സെറിബ്രൽ പാൾസി എന്ന ക്രൂരൻ എന്നെ കീഴ്പ്പെടുത്തി. സെറിബ്രൽ പാൾസി എന്ന ഒരു രോഗം തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി. ശാരീരിക ചലനങ്ങളെ എല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക. ഇല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വയ്ക്കണം. അച്ഛൻ എന്നെ എടുത്ത് അവയ്ക്ക് നടുവിൽ ഇരുത്തും. അപ്പോൾ ഇവിടെ താനൊരു രോഗിയായി മാറി. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു രോഗത്തിന് അടിമയായി തീർന്ന തനിക്ക് തൻ്റെ ശരീരചലനങ്ങളെയെല്ലാം അതുമൂലം തളർത്തി. അങ്ങനെ കുറേ നാളുകൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. പക്ഷേ എൻ്റെ അമ്മ തന്നോടൊപ്പം ഇരുന്ന് തന്നെ പരിചരിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ലല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തത്. എന്താ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത്? അവരെ എന്താണ് കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നാൻ കാരണം? ബ്രഷും പെൻസിലും ചായങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിലത്ത് വിരിച്ചു വയ്ക്കും. അപ്പോൾ ആ നിലത്ത് വിരിച്ചു വയ്ക്കുന്നതിന് എനിക്ക് എൻ്റേതായ ചില ഇഷ്ടങ്ങളുണ്ട്. അതിനാണ് ഞാൻ മറ്റുള്ളവരെ പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അവയെല്ലാം ക്രമപ്പെടുത്തി അടുക്കി ഞാൻ വെച്ചിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ, അതായത് ഭംഗിയായി ചെയ്യാൻ ഞാൻ തന്നെ അവയെല്ലാം ക്രമപ്പെടുത്തി വയ്ക്കണം. അച്ഛൻ എന്നെ എടുത്ത് അവയ്ക്ക് നടുവിലിരുത്തും. അപ്പോൾ ഈ ബ്രഷിൻ്റെയും പെൻസിലിൻ്റെയും മറ്റ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളുടെ എല്ലാം നടുക്കായിട്ട് അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് വന്നാണ് ഇരുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻസ് പേജുകൾ ഇടംകാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പത്രം വായിക്കുകയായിരുന്നു. സൺഡേ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ പേജുകൾ ഇങ്ങനെ ഇടംകാൽ എന്ന് വെച്ചാൽ ഇടതുകാൽ കൊണ്ട് മറിക്കുമ്പോൾ ഒരറിയിപ്പ് കണ്ടു. എന്തായിരുന്നു നോക്കാം. 12-നും 16-നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ചായിരുന്നു അത്.
ആ പേജിൽ അദ്ദേഹം കണ്ടതെന്താണ്? 12നും 16നും ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരമായിരുന്നു. സിൻഡ്രല്ല എന്ന രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അവർക്ക് ചുറ്റും മറ്റ് നർത്തകരുമുണ്ട്. ആ ചിത്രമാണ് പെയിൻറ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിൻഡ്രല്ല എന്ന് പറയുന്ന രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അവരോടൊപ്പം നിൽക്കുന്ന നർത്തകരെയും ചേർത്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. അതാണ് പെയിൻറ് ചെയ്യേണ്ടത്. 12 വയസ്സ് കഴിഞ്ഞ് കുറേ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. അതായത് പ്രായം എത്രയാണ്? 12നും 16നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മത്സരമാണ്. അപ്പോൾ ക്രിസ്റ്റിക്ക് 12 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മത്സരത്തിൽ തനിക്കും പങ്കെടുക്കാം. ശരറാന്തകൾക്ക് കീഴെ നൃത്തം ചെയ്യുന്ന സിൻഡ്രല്ല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ ആ നൃത്തം ചെയ്യുന്ന സിൻഡ്രല്ലയുടെ മനസ്സിൽ ആ വേഷം ക്രിസ്റ്റിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പെയിൻറ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും. അപ്പോൾ ഞാൻ അതിൻ്റെ എന്തെല്ലാം ചെയ്യണം. ഒരു രാജകുമാരനാണ്. ആ രാജകുമാരനോടൊത്ത് നൃത്തം ചെയ്യുന്ന മറ്റു നർത്തകരെയൊക്കെ വരയ്ക്കണം. അപ്പോൾ അതെല്ലാം തൻ്റെ മനസ്സിൽ അദ്ദേഹം കുറിച്ചിട്ടു, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം, വർണ്ണപ്പൊലിമ, നിറങ്ങളുടെ ഇടം, ചേർച്ച, ലയം എല്ലാം പൂർണ്ണമായ ചിത്രം. ഇനി അതിൻ്റെ പകർപ്പെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിത്രങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനി അത് ഒരു പേപ്പറിലേക്ക് പകർത്തുക മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ രാജകുമാരനെയും മറ്റു ആളുകളെയും ഒക്കെ ക്രിസ്റ്റിയുടെ മനസ്സിൽ അപ്പോൾ തന്നെ രൂപപ്പെട്ടു. അതിൻ്റെ ചിത്രവും ലയവും ചേർച്ചയും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി. എങ്കിലും അടുക്കലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി. എന്താ അങ്ങനെ എങ്കിലും എന്ന് പറഞ്ഞത്? എങ്കിലും എനിക്കിതെല്ലാം സ്വയം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അടുക്കളയിലായിരുന്ന എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി. മാത്രമല്ല, ഈ ചിത്രം ഞാൻ വരയ്ക്കട്ടെ, അല്ലെങ്കിൽ അതിന് അയക്കട്ടെ, അതിനൊക്കെ അമ്മയുടെ അനുവാദം വേണം അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു. ചെയ്തു നോക്ക് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ പറഞ്ഞ കുട്ടിയോട്? അവനെന്ന് 12 വയസ്സുള്ള ഒരു കുട്ടിയാ അല്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും ചെയ്തു നോക്ക്, അല്ല ചെയ്യണ്ട, നിനക്ക് കിട്ടില്ല എന്ന് അമ്മ അവനെ നിരാശപ്പെടുത്തിയില്ല. ചെയ്തു നോക്ക് എന്ന് പറഞ്ഞ്. ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്നൊന്നുമില്ലല്ലോ, ശ്രമിച്ചു നോക്ക്. അപ്പോൾ എന്താ, അത്ര ഏറ്റവും നല്ല 1ാം സ്ഥാനത്ത് എത്തണമെന്നൊന്നും വിചാരിക്കേണ്ട, നിനക്കാകുന്നത് പോലെ ചെയ്തു നോക്കൂ എന്ന് അമ്മ പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിങ് പൂർത്തിയാക്കി. പെട്ടെന്ന് തന്നെ ഉച്ച ആയപ്പോഴേക്ക് തന്നെ, വളരെ കുറച്ച് സമയം ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അല്ലേ? ആ സമയം കൊണ്ട് തന്നെ അവൻ ആ ചിത്രം പൂർത്തിയാക്കി. സിൻഡ്രല്ലയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങൾ നൽകി. ആ രാജകുമാരന് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലുള്ള നിറങ്ങളൊക്കെ നൽകി. മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞു എന്ന് തോന്നി. അപ്പോൾ തൻ്റെ മനസ്സിൽ കണ്ടത് എന്തൊക്കെയാണോ കണ്ടത് അത് മുഴുവനും ആ വരയ്ക്കുന്ന ക്യാൻവാസിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു, എത്തിച്ചു കഴിഞ്ഞു. എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഇടതുകാലിലെ ബ്രഷ് വഴങ്ങി. ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ എൻ്റെ ഇടത് കാലും ആ ബ്രഷും വഴങ്ങി. ചിത്രത്തിലേക്ക് വീണ്ടും നോക്കി. ഇനി ഒരു ചായം കൊണ്ടൊന്ന് തൊടുക പോലും വേണ്ട. അത്രയും മനോഹരമായിട്ട് അവൻ ചെയ്തു തീർത്തു. ഇപ്പം ഇനി ഒരു ചിത്രമോ ഒരു ചായയോ ഒന്നും ഒരു കളറൊന്നും അതിന് ചേർക്കേണ്ട. തൃപ്തിയോടെ, വളരെ സംതൃപ്തിയോടെയാണ് ക്രിസ്റ്റി തൻ്റെ ജോലി ചെയ്തു തീർത്തത്. ചെറിയൊരു തളർച്ചയോടെ നിലത്തിരുന്ന ഞാൻ ഡെലയുടെ ശബ്ദം കേട്ടു. അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആണ് നമ്മുടെ ഡെല അവിടേക്ക് എത്തിയത്. അമ്മ അവളോട് പെയിൻറ്റിങ് മത്സരത്തെക്കുറിച്ചും ഞാനതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കാണും, എന്ത്, അവൻ ഇതുപോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ്, അതിനുവേണ്ടി അവൻ ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിൽ ആഹ്ലാദത്തിൻ്റെ അനുരണനങ്ങളെക്കാൾ സഹതാപത്തിൻ്റെ അംശമുണ്ടായിരുന്നുവോ? അപ്പോൾ അവൾക്ക് എന്നെക്കുറിച്ച് അപ്പോഴൊരു സഹതാപമാണ് ഉണ്ടായത്, അല്ലാതെ
അനുരണം അങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുരണനമല്ല ഉണ്ടായത്, ഒരു സഹതാപമാണ് അപ്പോഴുണ്ടായത്. ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. ആ പത്രത്തിലെ വാർത്ത വായിച്ചു, അത് കണ്ടാണ് താനത് ചെയ്തത്. എങ്കിലും ചിത്രം പൂർത്തിയാക്കി മത്സരത്തിൽ പങ്കെടുക്കാനും അതായത് അയക്കാനൊന്നും ഞാൻ അപ്പോഴൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഡെലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി. അപ്പോൾ ഡെല അവനെ പിന്താങ്ങി. അപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലേ, നമ്മളെ ഒരാൾ നമ്മുടെ ചിത്രങ്ങളായാലും പാട്ടായാലും അത് നന്നായി എന്ന് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ എന്തുണ്ടാവും, നമ്മൾക്ക് പെട്ടെന്ന് വീണ്ടും അത് ഉള്ള ഒരു താല്പര്യം ഉണ്ടാകും. ഇവിടെയും ഡെല അവനെ നിരാശപ്പെടുത്തിയില്ല, പകരം അവളുടെ വാക്കുകൾ അവന് ശക്തി പകർന്നു, ബലം നൽകി. ചിത്രം തീർച്ചയായും മത്സരത്തിന് അയക്കണം, അവൾ പറഞ്ഞു. എന്തായാലും നീ ഇത് ചിത്രം വരച്ചല്ലോ, തീർച്ചയായും ഇത് മത്സരത്തിന് അയക്കണം, അവൾ പറഞ്ഞു. അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലേ, ചിലരുടെ വാക്കുകൾ നമ്മൾ അങ്ങേയറ്റം വില കൽപ്പിക്കാറുണ്ട്. അതേപോലെ ഇവിടെ ക്രിസ്റ്റിയും ഡെലിയുടെ വാക്കുകൾക്ക് വളരെയധികം ചെറിയ എന്തൊക്കെയോ ചെയ്ത് കുറച്ചും കൂടി അതിനെ മോടി പിടിപ്പിച്ചു. അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാത്തിനും അമ്മയും അച്ഛനുമാണല്ലോ ക്രിസ്റ്റിയെ സഹായിക്കുന്നത്, അതുകൊണ്ട് ഇതും അമ്മയെ തന്നെ ഏൽപ്പിച്ചു. അതൊക്കെ വെറുതെ സമയം മെനക്കെടുത്തലായിരിക്കും. എനിക്ക് എവിടെ സമ്മാനം കിട്ടാൻ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. ഡെലയ്ക്ക് വേണ്ടി ഞാൻ വരച്ചു, അത്രമാത്രം. അപ്പോൾ ക്രിസ്റ്റി സ്വയം പറയുകയാണ്, അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ സമയം കളയാൻ വേണ്ടി ചെയ്തതാണ്, ഇതിനൊന്നും സമ്മാനമൊന്നും ലഭിക്കില്ല. പിന്നെ എവിടെ സമ്മാനം കിട്ടാൻ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല, സമ്മാനം കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഡെലയ്ക്ക് വേണ്ടി ആണ് ഞാൻ വരച്ചത്, അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അയക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു സ്വയമുള്ളൊരു തൃപ്തിക്ക് വേണ്ടിയാണ് ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞത്. ആ വെള്ളിയാഴ്ച ആരോ കതകിന് മുട്ടി. അമ്മ തുണി അലക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ ആഴ്ച തന്നെ വെള്ളിയാഴ്ച കതകിൽ ആരോ മുട്ടി. അമ്മ തുണി അലക്കുകയായിരുന്നു. ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിൻറ്റിങ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അമ്മ തുണി അലക്കുന്നു, ക്രിസ്റ്റി എന്ത് ചെയ്യുന്നു, അടുക്കളയിലെ ഒരു മേശയുടെ പുറത്തിരുന്ന് പെയിൻറ്റ് ചെയ്യുകയായിരുന്നു. അത് പതിവില്ലാത്തതാണ്. എല്ലാ ദിവസവും ഞാൻ മേശയുടെ പുറത്തല്ല ചെയ്യാറുള്ളത്. പിന്നെ എങ്ങനെയാണ്? തറയിലിരുന്ന് തൻ്റെ ചുറ്റും ചിത്രങ്ങളും ബ്രഷുകളും പെയിൻറ്റും ഒക്കെ എടുത്തു വെച്ചാണ് സാധാരണയായി ക്രിസ്റ്റി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അച്ഛൻ അവനെ അതിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പക്ഷേ പതിവിന് വിപരീതമായി ക്രിസ്റ്റി അന്ന് എന്താ ചെയ്തത്? അടുക്കളയിലെ ഒരു ഉയർന്ന വട്ടത്തിലുള്ള ഒരു മേശയുടെ മുകളിലിരുന്നായിരുന്നു പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ കയ്യിൽ സോപ്പ് പതയുമായി എത്തി. എന്താണ് സോപ്പ് പതയുമായിട്ട് വരാൻ കാരണം? അമ്മ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു? അമ്മ തുണി അലക്കുകയായിരുന്നു അല്ലേ. അതാണ് സോപ്പ് പതയുമായി എത്തിയത്. ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു. കതകിൽ മുട്ട് കെട്ടിയപ്പോൾ അമ്മ വന്ന് ചോദിച്ചു ആരാണെന്ന്. വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്നുള്ള പെയിൻറ്റിങ് തുടർന്നു. അപ്പോൾ അവിടെ വന്നത് ആരായിരുന്നു? ആ പത്രത്തിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഞാൻ അപ്പോഴും ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ പെയിൻറ്റിങ് തുടർന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ്, അവരിൽ ഒരാൾ പറയുന്നത് കേട്ടു. വന്നവരിൽ ഒരാൾ ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു. ഒടുവിൽ ഞാനിരുന്ന് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അവർ പോയി. അപ്പോൾ അമ്മയോട് എന്നെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു, എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചു. അതെല്ലാം അമ്മ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? വന്ന ഫോട്ടോഗ്രാഫർ എൻ്റെ ഫോട്ടോയും എടുത്ത് പോയി. എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനൊരു ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത്. അടുത്ത ഞായറാഴ്ച ഞാൻ മുകളത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്ന് ദിവാസ്വപ്നം കാണുകയായിരുന്നു. അപ്പം ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് അല്ലേ. വെള്ളിയാഴ്ചയാണ് പത്ര റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും വീട്ടിലെത്തിയത്. ആ ഞായറാഴ്ച മുകളത്തെ നിലയിലെ സോഫയിലിരുന്ന് ദിവാസ്വപ്നം എന്ന് വെച്ചാൽ പകൽ സ്വപ്നം, എന്തോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അച്ഛനതാ പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ അച്ഛൻ വളരെ വേഗത്തിൽ ഓടിക്കയറി വരുന്നു.
പടി കയറിയ കിതപ്പിനിടയിലും ആ മുഖത്തെ തിളക്കം എനിക്ക് കാണാം. നല്ല സന്തോഷത്തോടെ അച്ഛൻ ഓടിക്കിതച്ച് എൻ്റെ അടുത്തെത്തി. അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണുന്നില്ല. എപ്പോഴും അച്ഛൻ്റെ കൺതടത്തിൽ എന്തായിരുന്നു? കറുപ്പ് നിറമാണ് അല്ലേ? ദുഃഖത്തിൻ്റെ ആ ഒരു കണികയാണ് ആ കറുപ്പിന് കാരണം. അത് ഇപ്പോൾ കാണുന്നില്ല. അച്ഛൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നു. അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാക്കി. ഞാൻ താഴെ അവിടെ ഇരിക്കുകയായിരുന്നല്ലോ, ആ വട്ടമേശയിൽ. അതിൻ്റെ മുകളിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് എന്താ ചെയ്തേ? ഇരിക്കുന്നത് പോലെ എന്നെ ആക്കി. നോക്ക് നോക്ക് എടാ, നീ നേടി നോക്ക്. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നോക്ക് നോക്ക്, നീ നേടിയിരിക്കുന്നു, നീ നോക്ക് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അച്ഛൻ എന്നെ സൺഡേ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ മധ്യ പേജ് അച്ഛൻ എൻ്റെ മുഖത്തിന് മുന്നിൽ നിവർത്തി കാണിച്ചു. അങ്ങനെ ഇരിക്കുന്ന അടുത്ത് കാണിച്ചിട്ട് പത്രത്തിൻ്റെ ഒരു പേജ്, മധ്യ പേജ്, നടുക്കലത്തെ പേജ് എടുത്ത് അച്ഛൻ എൻ്റെ മുഖത്തിന് നേരെ നിവർത്തി കാണിച്ചു. അത് സത്യമായിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആദ്യം വന്നിരുന്നവരെന്തിനാണ് വന്നതെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫ്. ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി. അവൻ്റെ മെലിഞ്ഞ കാലുകൾ അരയ്ക്ക് താഴെ പിണഞ്ഞു കിടക്കുന്നു. ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു. അപ്പോഴാണ് എന്ത് കണ്ടത്? തൻ്റെ ചിത്രമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോട്ടോഗ്രാഫർ എടുത്തല്ലേ, അതേ ചിത്രം തന്നെ കാണിച്ചിരിക്കുന്നു. ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി. അവൻ്റെ കാലുകൾ അരയ്ക്ക് താഴെ ഇങ്ങനെ പിണഞ്ഞ് ചേർന്ന് കിടക്കുന്നു. ചലനശേഷിയില്ലാതെ, ചലിക്കാൻ കഴിയാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു. രണ്ട് കൈകൾക്കും ചലനശേഷിയില്ല. ഇടത് കാലുകൊണ്ടാണ് അവൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത് അല്ലേ, അതേ ചിത്രം കാണിച്ചിരിക്കുന്നു. അത് സത്യമായിരിക്കുന്നു. എന്താ സത്യമായിരുന്നത്? വെള്ളിയാഴ്ച തനിക്ക് സമ്മാനം ലഭിക്കാൻ വേണ്ടി അയച്ച ആ ചിത്രത്തിന് എന്ത് കിട്ടി? സമ്മാനം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഫോട്ടോയും എവിടെ കണ്ടു? പത്രത്തിൻ്റെ മധ്യ പേജിൽ അച്ഛൻ കാണിച്ചു കൊടുത്തു. തൻ്റെ മെലിഞ്ഞ കാലുകൾ, ചലനശേഷിയില്ലാത്ത ശരീരവും വ്യക്തമായി ആ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ടുവന്നു. മുകളിൽ നിന്ന് തന്നെ അച്ഛൻ താഴേക്ക് കൊണ്ടുവന്നു. എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് നിശബ്ദരായി. അപ്പോൾ അവിടെ താഴെ കുറച്ച് പേരൊക്കെ കൂടിയിരിക്കുന്നു. അവരെല്ലാം ആഹ്ലാദത്തോടെ എൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അവർ നിശബ്ദരായി, മിണ്ടാതായി. പിന്നെ ആഹ്ലാദത്തിൻ്റെ കയ്യടി ഉയർന്നു. അവിടെയെല്ലാം എല്ലാവരും കൂടി സന്തോഷം കൊണ്ട് കയ്യടിച്ചു. അമ്മ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം നിലത്തിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ സന്തോഷം, അമ്മയ്ക്കുണ്ടായ സന്തോഷം കൊണ്ടാണ് കയ്യിലിരുന്ന പാത്രം പോലും താഴെ ഇട്ടത് അല്ലേ, അറിയാതെ ആ സന്തോഷം കൊണ്ട് താഴെ വീണുപോയി. എന്നിട്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളിയോടെ. അമ്മയ്ക്ക് അപ്പോൾ കരച്ചിലാണോ സന്തോഷം കൊണ്ടുള്ള ചിരിയാണോ? അങ്ങനെ ഒരു ശബ്ദത്തിൽ അമ്മ മോനെ എന്ന് വിളിച്ചു. തെരുതെരെ ഇരു കവിളുകളിൽ ഉമ്മ വെച്ചു. തൻ്റെ മകൻ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിരിക്കുന്നു അല്ലേ. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് അമ്മ അവനെ രണ്ട് കവിളിൽ ഉമ്മ വെച്ചത്. അല്പം അകലെ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കിക്കണ്ട് കണ്ണ് നിറയ്ക്കുന്ന ഡെലയുടെ നേർക്ക് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായ ഡെല അതിൻ്റെ അല്പം ദൂരെ മാറി നിൽക്കുന്നു, അവനെ തന്നെ നോക്കുന്നു. പക്ഷേ അവൻ്റെ നോട്ടം എന്താണ്? ഡെലയുടെ നേർക്കായിരുന്നു. ഓടിച്ചെന്ന് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒരു നന്ദി പറയാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന് അവൻ ഓർത്തു. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണക്കാരിയായിട്ട് ഈ ഒരു ചിത്രകാരനെ വളർത്തിയെടുത്തത് ആരായിരുന്നു? ഡെല എന്ന സന്മനസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ ചില നിമിത്തങ്ങൾ, ചില വ്യക്തികൾ നിമിത്തങ്ങളായി വരാറുണ്ട്. ഇവിടെയും ക്രിസ്റ്റി എന്ന വലിയ ചിത്രകാരൻ്റെ വളർച്ചയിൽ ഡെല എന്ന പെൺകുട്ടി ഒരു വലിയ സംഭാവനയാണ് നൽകിയത്. പാഠഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പല പ്രാവശ്യം പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക.